അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു അതിബുദ്ധി വന്നത്, മുറ്റത്തോട്ടം ഇറങ്ങിയാലോ എന്ന്. അങ്ങനെ അടുത്ത ആരെങ്കിലും ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലല്ലോ. ആരും എന്നോട് പറയാത്തോണ്ടോ നോക്കാത്തോണ്ടൊന്നല്ല ഗൈസ്, എനിക്ക് അനുസരണയില്ലാത്തതുകൊണ്ടാണ്. കാരണം എത്രയെന്ന് വെച്ചാണ് ഈ കറങ്ങുന്ന ഫാന് 4 ചോരം കണ്ട് കിടക്കുന്നത്, എനിക്ക് മടുത്ത്. പിന്നെ ഇറങ്ങുന്നത് അതിസാഹസികമായ സ്റ്റണ്ടുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട്, കാരണം എന്തായാലും ഒരു കാലം അനങ്ങത്തില്ല. പിന്നെ ഈ കാലം വെച്ചുകൊണ്ട് ഈ അഹങ്കാരമൊക്കെ കാണിക്കണമെന്ന് ചോദിച്ചാൽ മടുപ്പിന് മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ആരാണേലും ഇങ്ങനെ ചെയ്തു പോകും. മുറ്റത്തിറങ്ങിയപ്പോഴായിരുന്നു ഞാൻ എന്നെ പോലെ പുറലോകം കാണാൻ കിടക്കുന്ന ഒരു പൂവിനെ കണ്ടത്. ആക്ച്വലി അത് വൈകുന്നേരം ആയപ്പോൾ ചൊക്കിപ്പോയി തന്നാലും എന്നെ പോലെ പുറലോകം കാണിക്കാൻ വേണ്ടി ഞാനത് കൈ സഹായം കൊടുത്തു. എനിക്ക് പേടിയായിട്ടല്ല, പക്ഷേ ഇതുങ്ങളൊന്നും തട്ടിയാൽ വീഴാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ. കാരണം എൻ്റെ അവസ്ഥ ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വിദൂരതയിൽ നിൽക്കുന്ന ഓറഞ്ചിൽ കുറേ ഓറഞ്ച് പഴുത്തിക്കുന്നുണ്ട്. എനിക്ക് ആവുമായിരുന്നു ഞാൻ പോയി പറിച്ചേനമായിരുന്നു. പിന്നെ ഒന്നും പറിക്കാതെ തിരിച്ച് കയറേണ്ട വിചാരിച്ചപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് പറിക്കാറുണ്ട്. ഇത് കയ്യത്തും ദൂരത്തേക്കുന്നതാണ് ഞാൻ പറിച്ചത്. പിന്നെ ബെറാബിൾ പറിക്കാൻ വേണ്ടി എനിക്ക് അച്ഛൻ്റെ കൈ സഹായം തേണ്ടി വന്നു. അങ്ങനെ ആദ്യമായിട്ട് മുറ്റത്തിറങ്ങി മൈൽ സ്റ്റോൺ ആഘോഷിക്കാൻ വേണ്ടി കിട്ടിയ പാഷൻ ഫ്രൂട്ട് അപ്പോഴേ മുറിച്ചകത്താക്കി ഗൈസ്. അപ്പോൾ ബൈ.